പറയുന്നതിൽ കോൺഗ്രസ് ബന്ധമുണ്ട് നടക്കുന്നതാണ്. അത്തരത്തിലൊരു വിഷയമാണ് നമ്മുടെ നാട്ടിലുണ്ടാവുന്നത്. ഇപ്പം ഇവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി സഖാവ് KV അബ്ദുൽ ഖാദർ പറഞ്ഞിട്ടാണ് ഈ വിവരം ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇപ്പം കേട്ടറിവ് വെച്ച് മാത്രം ഞാൻ പ്രതികരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ LDFൻ്റെയും CPMൻ്റെയും നേതാക്കന്മാരും കേരളത്തിലെ നേതാക്കന്മാരും അതിനെക്കുറിച്ച് പ്രതികരിക്കും. അത്രേ പറയാം. ദൗർഭാഗ്യകരമാണ് ഇത്തരം സ്ഫോടനങ്ങളുണ്ടാവുകയും അപായങ്ങളുണ്ടാവുകയും പരിക്കും മരണമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ്, ദുഃഖകരമാണ്. ഒരു പടക്ക നിർമ്മാണ ഫാക്ടറിയിലോ മറ്റോ ആണ് സംഭവിച്ചതെന്നുള്ളതാണ്. അപ്പം പ്രത്യക്ഷത്തിൽ കാണുന്നതിനപ്പുറം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഇത്തരം കാര്യങ്ങളിൽ അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നതിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പോലീസാണ് കേരളത്തിൽ ഇക്കാലത്തും ഉള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ ദേശീയ തലത്തിലൊരു വിഷയമാക്കി മാറ്റാൻ BJP ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലൊരു MLA തൽസ്ഥാനത്ത് തുടരുന്നത് ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് പൊതു പ്രവർത്തനത്തിന് തന്നെ ഗുണകരമാണോ? അതിനെ സംബന്ധിച്ച് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും മറ്റും പ്രതികരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രതികരണം എനിക്കില്ല. ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ പ്രതികരിച്ചല്ലോ. ആ പ്രതികരണത്തിന് അർത്ഥം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. റിപ്പോർട്ടർ ചാനലിൻ്റെ തൃശ്ശൂർ ഓഫീസിന് നേരെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. കരിയൂലൊക്കെ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ ഒരു മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു സംവിധാനത്തിന് മുമ്പിൽ കോൺഗ്രസിൻ്റെ ഒരു വോട്ടർ സംഘടന ചെയ്ത ഒരു ആക്രമണമാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയും പൗരസ്വാതന്ത്ര്യത്തിന് നേരെയുമൊക്കെ കേന്ദ്ര BJP ഗവൺമെൻറ് ഭാഗത്തു നിന്നാണ് ഏറ്റവും വ്യാപകമായ അതിക്രമങ്ങളും ആക്രമണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ശക്തമായി വിമർശിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ ഭാഗമാണ് കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസിൻ്റെ പോഷക സംഘടന എന്ന് തന്നെ അറിയപ്പെടുന്ന KSU, യൂത്ത് കോൺഗ്രസും എല്ലാം ഇത്തരത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ കയ്യേറ്റങ്ങൾ നടത്തുന്നത്, അക്രമങ്ങൾ പ്രവർത്തിക്കുന്നത് ഒരിക്കലും ശരിയല്ല. മാധ്യമങ്ങൾക്ക് നേരെ ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്നും ആക്രമണങ്ങളോ അതിക്രമങ്ങളോ ഉണ്ടായിട്ടില്ല. മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ പാകപ്പിഴകളുണ്ടാകാം. ബോധപൂർവം കെട്ടിച്ചമച്ച വാർത്തകൾ മാധ്യമങ്ങൾ ഒരിക്കലും കൊടുത്തിട്ടില്ലെന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ വിമർശിക്കുകയും തുറന്നു കാണിക്കുകയും ചെയ്യുക എന്നുള്ളത് അല്ലാതെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ പ്രതികാര ബുദ്ധിയോടുകൂടി ആക്രമണം ഒരിക്കലും ആരും നടത്താൻ പാടില്ല. ഈ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വികസന സദസ്സ് നടത്താൻ പോകുന്നുണ്ട്. അതും പഞ്ചായത്തിൻ്റെ തദ്ദേശ അവരുടെ ഫണ്ട് തന്നെ ഉപയോഗപ്പെടുത്തി നടത്തണം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. രാജ്യത്തിൽ വികസനം ഉണ്ടാവണമെന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. വികസനത്തെക്കുറിച്ച് ചർച്ച നടക്കണമെന്നുള്ളത് ഈ നാടിൻ്റെ ആവശ്യമാണ്. അതിനെയും നിങ്ങൾ വിമർശിക്കാൻ തുടങ്ങിയാലോ? അതൊക്കെ നടക്കട്ടെ. രാജ്യത്ത് പുതിയ പള്ളികൾക്കെതിരെ പുതിയ ക്ലെയിമുകളുമായിട്ട് RSS നേതൃത്വം വരുന്നു. അപ്പോൾ അത് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു ബഹുസ്വരതയൊക്കെ ബാധിക്കും, മൊത്തത്തിൽ ബാധിക്കുന്നൊരു കാര്യമില്ല. CPMൻ്റെ പോളിറ്റ് ബ്യൂറോ ഇന്നലെ സംബന്ധിച്ച പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇക്കാര്യം അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് മാത്രമല്ല, അത് നിയമവിരുദ്ധമാണ്. ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കുകയുണ്ടായി. ബാബറി മസ്ജിദ് തർക്കം മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യയിലെ മറ്റ് എല്ലാ ആരാധനാലയങ്ങളും 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എന്തായിരുന്നു സ്ഥിതി, ആ തൽസ്ഥിതി തുടരണം. അതിന് വിപരീതമായ ഒരു അവകാശവാദവും ആരും ഉന്നയിക്കാൻ പാടില്ല. ആ നിയമത്തെ ബാബറി മസ്ജിദ് കേസിൽ വിധി പറഞ്ഞ സുപ്രീം കോടതിയും അംഗീകരിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. ഇപ്പോൾ ഭഗത്ത് RSSൻ്റെ തലവൻ മോഹൻ ഭഗത്തിൻ്റെ നേതൃത്വത്തിലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലും അമിത്ഷായുടെ നേതൃത്വത്തിലും പാർലമെൻറ്റ് പാസ്സാക്കിയ ഈ നിയമത്തെ സുപ്രീം കോടതി മുറുകെ പിടിച്ച് ഉയർത്തിപ്പിടിച്ച നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മോഹൻ ഭഗത്ത് നടത്തിയ പ്രസംഗത്തിൽ ഈ മധുരയെ സംബന്ധിച്ചിട്ടെല്ലാം വീണ്ടും തർക്കം ഉന്നയിക്കുകയാണ്. മുസ്ലിം സഹോദരന്മാർ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടി ഇതങ്ങ് വിട്ടു തന്നേക്കണം എന്നാ പറയുന്നത്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറയുകയാണ്. ആഭാസകരമാണിത്. ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ സർവ ശക്തിയും ഉപയോഗിച്ച് ഇതിനെ എതിർക്കണം. മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കണം.